തിരുവനന്തപുരം നെടുമങ്ങാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 മരണമാണ് ഇന്നലെ സംഭവിച്ചത്. രാത്രി 10:45 കുളപ്പട ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപമായിരുന്നു അപകടം. അമിത വേഗതയിലായിരുന്ന ബൈക്കുകൾ പൂർണ്ണമായും തകർന്നു. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി. ഹരി, നമ്മൾ ഈ അപകട റോഡുകളെ പറ്റിയും അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ പ്രധാനമാണ് ഈ അമിത വേഗത. ഇത് 2 ബൈക്കുകളാണ് കൂട്ടിയിടിച്ച് 3 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. എങ്ങനെയായിരുന്നു അപകടം? എന്താണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അമിത വേഗത തന്നെയായിരുന്നു പ്രശ്നം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ആക്സിഡന്റ് സ്പോട്ടാണെന്ന് അവിടെ നാട്ടുകാർ പറയുന്നില്ല. പക്ഷേ ഈ അമിത വേഗതയിൽ 2 വാഹനങ്ങളും അമിത വേഗതയിലായിരുന്നു. ഇതാണ് ആ അപകടത്തിന് കാരണം. കുളപ്പട ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപത്താണ്. വലിയ കടകളോ മറ്റോ ഒന്നുമില്ല. ഒരു വിജനമായൊരു സ്ഥലമാണ്. റോഡിലൂടെ പോകുമ്പോൾ മറ്റാൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ശ്രീലാലാണ് ഒരു വാഹനം ഓടിച്ചിരുന്നത്. ശ്രീലാൽ കാപ്പ കേസിലെ പ്രതി എന്നാണ് ആര്യനാട് പോലീസ് അറിയിക്കുന്നത്. ശ്രീലാലും അഭിനവും ഒരു വാഹനത്തിൽ ബൈക്കിൽ പോവുകയായിരുന്നു. ബിനോയും രാജേഷും മറ്റൊരു ബൈക്കിൽ വരികയായിരുന്നു. 2 ഇരുചക്ര വാഹനങ്ങളും വളരെ സ്പീഡിലായിരുന്നു. ഇടിക്കുന്ന സമയത്ത് തന്നെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ 2 പേർ മരണത്തിന് കീഴടങ്ങി. ഇത് കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് മറ്റൊരാൾ മരിക്കുന്നത്. അഭിനവാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്നത്. അവിടെ ആ ആക്സിഡൻറ്റ് 10:45 രാത്രി 10:45 സമയത്തായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം ഫയർഫോഴ്സൊക്കെ എത്തിയാണ്. അവിടെ മുഴുവൻ രക്തക്കറയൊക്കെ ആയിരുന്നു ആ റോഡിൽ. പിന്നെ ഫയർഫോഴ്സൊക്കെ എത്തിയാണ് അതെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയത്. ഈ 3 മൃതദേഹങ്ങളും നെടുമങ്ങാട് ആശുപത്രിയിലെ മോർച്ചറിയിലാണ്. അഭിനവിൻ്റെ നില ഗുരുതരമായി തന്നെ തുടരുന്നു.